പിണറായി മന്ത്രിസഭയിൽ ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ പ്ലാൻഡ് ആയിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. അതായത് മന്ത്രിസഭയിൽ തന്നെ റോഷി അഗസ്റ്റിനെ ഒറ്റപ്പെടുത്താൻ കൃത്യമായ നീക്കം ഇടതുപക്ഷം നടത്തുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ജലവിതരണം തിരുവനന്തപുരത്ത് മുടങ്ങിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള കാര്യക്ഷമതയില്ലായ്മ മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ ഭാഗത്തുണ്ട്. പിടിപ്പുകേടാണ് ഈ മന്ത്രി കാരണം അനുഭവിക്കുന്നത്. ജലവകുപ്പ് തലകീഴ്മയിൽ മറിയുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ചിത്രീകരണം നടക്കുകയാണ്. വാസ്തവത്തിൽ റോഷി അഗസ്റ്റിനെതിരെയുള്ള ഒരു സൈലന്റ് ക്യാമ്പയിനാണ് ഇത് എന്ന് മാണി കോൺഗ്രസ് പറയുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഇടതുപക്ഷം വിടാനാണ് ജോസ് കെ മാണിയുടെ തീരുമാനം. എന്നാൽ UDF കേരള കോൺഗ്രസ് എമ്മിനെ സ്വാഗതം ചെയ്യാം, ജോസ് കെ മാണിയെ ഒഴികെ എന്ന കർക്കശ നിലപാടിലേക്ക് നീങ്ങുകയാണ്. അതിന് കാരണം എന്നത് UDF ക്യാമ്പയിനെ മൊത്തത്തിൽ അപഹാസ്യരാക്കുകയും ചതുക്കുകയും ചെയ്ത ജോസ് കെ മാണിയെ ഒരു കാലത്തും നമ്പാൻ കൊള്ളില്ല, കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല. അങ്ങനെയുള്ള കുലംകുത്തികളെ പാർട്ടിയുടെയോ മുന്നണിയുടെയോ കെട്ടുറപ്പിനെ ബാധിക്കും എന്നുള്ള രീതിയിലേക്കാണ് കോൺഗ്രസ് തീരുമാനം എടുക്കുന്നത്. റോഷി അഗസ്റ്റിൻ പാർട്ടിയെ പുലർത്തിക്കൊണ്ട് വന്നാൽ UDFിൽ കൃത്യമായും ചേർക്കാം എന്നുള്ള വാഗ്ദാനം ലഭിച്ചാൽ തീർച്ചയായും റോഷി അഗസ്റ്റിൻ ആ നീക്കം നടത്തും. അതോടുകൂടി ജോസ് കെ മാണിക്ക് പാർട്ടിയുമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറും. അതായത് കുടുംബപരമായി ലഭിച്ച ആധിപത്യം കൊണ്ട് മാത്രം ജോസ് കെ മാണിക്ക് 2 തവണ കോട്ടയത്ത് MP ആകാൻ കഴിഞ്ഞു എന്നത് ഒഴിച്ചാൽ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ജീവിതം നോക്കിയാൽ തികച്ചും ഒരു വട്ടപൂജ്യമാണ്. വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പൊന്നും തന്നെ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. KM മാണിയുടെ മകൻ എന്നതിലപ്പുറത്തേക്ക് ജോസ് കെ മാണി രാഷ്ട്രീയപരമായി ഒരു വളർച്ചയും കൈവരിച്ചില്ല. പാലക്കാർക്ക് കണ്ണെടുത്താൽ കണ്ടൂടാ. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയെ ഇനിയും വെച്ച് പൊറപ്പിക്കുന്നത് അപഹാസ്യമായിരിക്കും എന്ന് ഇടതുപക്ഷവും കരുതുന്നു. അങ്ങോട്ടേക്ക് സ്വീകരിച്ചാൽ അത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് UDFും കരുതുന്നു. ഈ 2 രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ജോസ് കെ മാണിയുടെ കാര്യം തുലാസിലാണ്. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് നിലവിൽ NDAയിലേക്ക് പോവുക എന്നത് ആണ്. നിലവിൽ നമുക്കറിയാം ജനപക്ഷത്ത് PC ജോർജ് NDAയിലാണ്. PC ജോർജിൻ്റെ കൂടെ എങ്ങാനും കൂട്ടുപിടിച്ച് ജോസ് കെ മാണിക്ക് ഇനി NDAയിൽ, അതായത് BJP സഖ്യത്തിൻ്റെ കൂടെ പോയാൽ എന്തെങ്കിലും നേട്ടം നേടാം. ഒരുപക്ഷെ ഇതുപോലെ പിന്നാമ്പുറത്ത് രാജ്യസഭ വഴി കയറി ഞെളിഞ്ഞിരിക്കാം എന്നത് മാത്രമാണ് ഇനി ആകെ ബാക്കിയുള്ള ഒരേ ഒരു ആശ്വാസം. ആ വഴിക്ക് നീങ്ങാനാണ് ഇനി ജോസ്മോൻ്റെ പ്ലാൻ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. എന്തുതന്നെയായിരുന്നാലും റോഷിക്ക് കൃത്യമായ ഉദ്ദേശമുണ്ട്, കൃത്യമായ ലക്ഷ്യമുണ്ട്. പാർട്ടിയെ പുലർത്തേണ്ടി വന്നാൽ അതും ചെയ്യാൻ കൃത്യമായ തയ്യാറെടുപ്പിലാണ് റോഷി അഗസ്റ്റിൻ.